പ്രകൃതിയോട് നമ്മെ ഇണക്കുന്ന സുതാര്യ മൂല്യങ്ങളുടെ ഒരു പരമ്പരയിലൂടെയുള്ള യാത്രയിലായിരുന്നു കുറച്ച് ദിവസങ്ങളായി നാം ഏവരും. ഇന്ന് അതിനോട് ചേർത്ത് ചില മൂല്യങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം. നമുക്ക് നോക്കാം. ട്രാൻസ്പെറന്റ് വാല്യൂസ് അവേക്കൺ സ്പിരിച്വാലിറ്റി ത്രൂ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയോടുള്ള സുതാര്യത. സുതാര്യ മൂല്യങ്ങൾ വ്യക്തിയുടെ ഉള്ളിലെ ശുദ്ധിയിൽ തുടങ്ങി ബന്ധങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഇതര ജീവികളിലേക്കും പ്രകൃതിയിലേക്കും വികസിക്കുന്നു. കരുതൽ, സംരക്ഷണബോധം, ലാളിത്യം, മിതവ്യയം, ജീവബഹുമാനം, നീതിബോധം എന്നിവ ഈ സുതാര്യതയെ പ്രകൃതിയുമായി ചേർക്കുന്നു. അപ്പോൾ ആത്മീയത മതപരമായ വേർതിരിവല്ല, മൂല്യപൂർണമായ സഹജീവിതവും പ്രകൃതിയോടുള്ള സുതാര്യമായ പാരസ്പര്യവുമാകുന്നു. ഏവർക്കും നമസ്കാരം. പ്രകൃതിയോടുള്ള സുതാര്യതയിലൂടെ പ്രകൃതിയിലെ ആത്മീയതയിലേക്കുള്ള യാത്ര നാം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. മൂല്യങ്ങളുടെ പ്രകടനത്തിലാണ് ഒരാൾ ആത്മീയനാണോ അല്ലയോ എന്ന് നാം തിരിച്ചറിയുന്നത്. അത്തരത്തിൽ മൂല്യങ്ങളുടെ ഏതെല്ലാം മൂല്യങ്ങളാണ് നമ്മെ പ്രകൃതിയോട് ഏറ്റവും നന്നായി ഇണക്കുന്നത് എന്ന പരിശോധനയിൽ ഒട്ടേറെ മൂല്യങ്ങളിലൂടെ നാം കടന്നു വരികയുണ്ടായി. ഇന്ന് ചില മൂല്യങ്ങളെ കൂടി നമുക്ക് ആ രീതിയിൽ പരിചയപ്പെടാം. ഓരോ മൂല്യവും നാം എന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന ഒരു സത്യത്തെയാണ് നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. ആ വ്യക്തി എന്ന ഒരു അവസ്ഥയിൽ നിന്നും സമൂഹം അല്ലെങ്കിൽ പ്രകൃതി, ജൈവ സമൂഹം എന്നുള്ള ഒരു അവസ്ഥയിലേക്കുള്ള വളർച്ചയാണ് ഈ മൂല്യങ്ങളെ പരിചയപ്പെടുന്നതിലൂടെ നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പൊ ഇന്ന് കരുതൽ എന്ന മൂല്യത്തെ ഒന്ന് നോക്കാം. നമുക്ക് ഏതൊരു ബന്ധത്തിലും, ഏതൊരു വസ്തുവുമായോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുമായോ ഉള്ള ഒരു ബന്ധത്തിൽ അതിനോട് നമ്മൾ എത്രത്തോളം അടുത്ത് നിൽക്കുന്നുവോ അത്രയും അതിനോട് നമുക്ക് കരുതൽ എന്നൊരു മൂല്യം ഉണ്ടാകും, അല്ലെ? അതായത് ചുറ്റുമുള്ള ജീവനെ നമ്മുടെ ജീവനെ പോലെ തന്നെ ശ്രദ്ധയോടെ കാണുന്ന ഒരു അവസ്ഥയാണത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ പോലെ തന്നെ പരിഗണിക്കൽ, അവരുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയൽ, അതുപോലെ അവരുടെ വേദന, ദുർബലത ഇതിനെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ സംരക്ഷിക്കാനുള്ള ഒരു ജാഗ്രതയോടുള്ള അവസ്ഥയാണ് ഈ കരുതൽ എന്ന് പറയുന്ന ഒരു മൂല്യം. അവിടെ നമ്മൾ ബന്ധങ്ങളെ നിലനിർത്തുന്നതിനുള്ള ഒരു മനോഭാവമാണ് സൂക്ഷിക്കുന്നത്. അപ്പോ കരുതലോടെയുള്ള നമ്മുടെ ഇടപെടൽ തീർച്ചയായിട്ടും ആർക്കാണോ അത് ലഭിക്കുന്നത് അവരുമായിട്ടുള്ള ഒരു ബന്ധത്തെ ശക്തമാക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് ലഭിക്കുന്നവർക്ക് ജീവിതം തന്നെ വളരെ സുരക്ഷിതമായിട്ട് അനുഭവപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രകൃതിയോട് നമ്മെ ഇണക്കുന്ന വളരെ നല്ല ഒരു മൂല്യമാണ് കരുതൽ എന്ന മൂല്യം. അതുപോലെ സംരക്ഷണ ബോധം, സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു മൂല്യം. നമുക്ക് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതിനെ സംരക്ഷിക്കണം എന്നൊരു ബോധം എപ്പോഴും ഉണ്ടാകും, അല്ലെ? ഒരു പക്ഷെ നമ്മുടെ ഇതെന്ന് നമ്മൾ കരുതുന്നതിനോടാണ് നമുക്ക് സംരക്ഷണ മനോഭാവം ആകെ ഉള്ളത്. ഇവിടെ അത് ആ സംരക്ഷണ മനോഭാവം എന്ന് പറയുന്ന ആ ഒരു ബോധം അത് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ, നമ്മോടൊപ്പം സഹവസിക്കുന്ന മറ്റു ജീവികളുടെ കാര്യത്തിൽ കൂടി അത് വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ലഭിച്ചതിന്റെ ഉടമസ്ഥത അത് നമുക്ക് മാത്രമായിട്ട് കാണാതിരിക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി പങ്കിടലിന്റെ മഹത്വം എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണോ ലഭിച്ചിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാനുള്ള ഒരു ഉത്തരവാദിത്വ മനോഭാവം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഈ സംരക്ഷണ ബോധത്തിലൂടെ വെളിവാകുന്നത്. അവിടെ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ സംരക്ഷിക്കുന്നതാവാം. അത് നമ്മളൊരു പക്ഷെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഉപയോഗം കഴിഞ്ഞു എന്ന് നമ്മൾ ഉപേക്ഷിക്കാനുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടായിരിക്കാം. അത്തരം കാര്യങ്ങളെ വീണ്ടും അതിന് മറ്റൊരു ഉപയോഗം കണ്ടെത്തുന്ന തരത്തിലാവാം നമ്മളത് സംരക്ഷിക്കുന്നത്. അതുപോലെ നാം ഉപയോഗിക്കുന്ന ഈ ഭൂമിയിലെ മറ്റെല്ലാ വിഭവങ്ങളും അത് വരും തലമുറയ്ക്ക് കൂടി ബാക്കി ഉണ്ടാകണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി അതിനെ ഉപയോഗിക്കാൻ. അങ്ങനെ
സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തി തലത്തിൽ നിന്ന് മാത്രമുള്ള ഒരു കാഴ്ചയല്ലാതെ, ഒരു ഇടപെടലല്ലാതെ അതിനെ ഒരു സാമൂഹിക ധർമ്മമായിട്ട് കാണുക എന്നുള്ളതാണ് ഈ സംരക്ഷണ ബോധം എന്നുള്ളൊരു മൂല്യത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു മൂല്യമാണ് ലാളിത്യം അഥവാ സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു മൂല്യം. അതായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ആവശ്യത്തിനും അപ്പുറത്തുള്ള ആ ഒരു ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ലളിതമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ലാളിത്യം എന്ന മൂല്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എത്രയാണോ ലഭിച്ചത് അതിൽ ആവശ്യത്തിന് മാത്രം എടുക്കുക എന്നത് മാത്രമല്ല, നമുക്ക് ഒരുപക്ഷെ ലഭിച്ചത് വളരെ കുറവായിരിക്കാം, അതിൽ സമൃദ്ധി കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിലൊരു നിറവ്, ആ കുറവിൽ ഒരു നിറവ് കണ്ടെത്തുന്ന ഒരു അവസ്ഥയാണ് ലാളിത്യം എന്നൊരു മൂല്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. അതുപോലെ ഏതൊരു വസ്തുവിനെയും വെറും വസ്തുവായിട്ട് കാണാതെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപയോഗം നൽകുന്ന, ഒരു പ്രയോജനം നൽകുന്ന വെറും ഒരു വസ്തുവായിട്ട് മാത്രം കാണാതെ, അത് നമുക്ക് നൽകുന്ന അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ പരിഗണിക്കുക. അതുപോലെ പ്രകൃതിക്ക് നമ്മുടെ ഓരോ പ്രവൃത്തിയും നൽകുന്ന ഭാരം കുറയ്ക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിത രീതിയെ മാറ്റുക. ഇതൊക്കെയാണ് ലാളിത്യം എന്ന ഒരു മൂല്യം നമ്മൾ പാലിക്കുന്നതിലൂടെ നമുക്കും പ്രകൃതിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത മൂല്യമാണ് മിതവ്യയം. നമ്മളെ ജീവിതത്തിൽ വളരെയധികം ഇന്ന് പാലിക്കേണ്ടുന്ന ഒരു മൂല്യമാണ് മിതവ്യയം എന്ന് പറയുന്നത്. അതായത് മിതമായിട്ട് വ്യയം ചെയ്യുന്ന രീതി. നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത്, മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുക. അതിനെ ഇനി നമുക്ക് എത്രത്തോളം അതിനെ പരമാവധി ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക. ആവശ്യമില്ലാത്തത് പാഴാക്കുന്നതിന് പകരം മറ്റാർക്കെങ്കിലും അത് ഉപയോഗമുണ്ടെങ്കിൽ അവർക്കത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പുനരുപയോഗം, വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയെ നമ്മൾ കണ്ടെത്തി അതിന് തയ്യാറാവുക എന്നുള്ളതാണ് മിതവ്യയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ വിഭവങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരവസ്ഥയുണ്ട്, ഒരു മനോഭാവമാണ് വളർത്തിയെടുക്കുന്നത്. കാരണം ഇന്ന് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് സമൂഹമാകെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ള രീതി, വലിച്ചെറിയുക എന്നുള്ള രീതി. അവിടെ നമ്മൾ പരമാവധി എത്രത്തോളം അതിന് മറ്റൊരു ഉപയോഗം കണ്ടെത്താനാകുമോ അത്രയും ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് ഒരുപക്ഷെ ചുറ്റും സമൃദ്ധി ഉണ്ടായിരിക്കാം, പക്ഷെ അതുണ്ടായിരിക്കുമ്പോഴും നമുക്ക് വേണ്ടത് മാത്രം ഉപയോഗിക്കുക. ആ എടുത്തത് പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുക, പാഴാക്കാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യവും പ്രകൃതിയുടെ ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു ശേഷി ഉണ്ടല്ലോ, അതും എപ്പോഴും സന്തുലനമാക്കാനായിട്ട് ഈ മിതവ്യയം നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ചുറ്റുമുള്ള ഏതൊരു വസ്തുവിന്റെയും അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നവർക്കാണ് ഈ മിതവ്യയം വളരെ എളുപ്പത്തിൽ പാലിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ ജീവബഹുമാനം. നമ്മുടെ ജീവനെ പോലെ തന്നെ മറ്റൊന്നിന്റെ ജീവനും അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുന്ന ഒരു മൂല്യമാണ് ജീവബഹുമാനം എന്ന് പറയുന്നത്. എല്ലാ ജീവനും അതിന് സ്വന്തമായിട്ടുള്ള ഒരു മൂല്യം പ്രകൃതി നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ലീനമായിട്ടുള്ള ഒരു ജൈവ മൂല്യം അതിന് പ്രകൃതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മനുഷ്യർക്ക് മാത്രം എന്നുള്ളതിൽ അപ്പുറം ആ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് മറ്റു ജീവികൾക്കും അവരുടേതായ സ്വാഭാവികമായിട്ടുള്ള ആവശ്യങ്ങൾ ഇവിടെ നിറവേറ്റപ്പെടേണ്ടതുണ്ട്. അവർക്കും കൂടി ജീവിക്കാനുള്ള ഇടത്തെയാണ് നാം നമുക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്, ഒതുക്കി നിർത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തിയും, ഈ തിരിച്ചറിവിലൂടെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും മറ്റൊരു ജീവനെ ഹനിക്കുന്ന രീതിയിൽ നിന്നുള്ള മാറ്റം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റൊന്നിനെ കൂടി പരിഗണിക്കുക, അതിനും കൂടിയുള്ള ഒരു ഇടം ഇവിടെ നൽകുക എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് ഈ ജീവ ബഹുമാനം എന്ന ഒരു മൂല്യം സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതം തന്നെ വൈവിധ്യം ആർന്ന ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയുടെ ആ ഒരു സ്വഭാവത്തെ, അതിന് അനുകൂലമായിട്ടുള്ള ഒരു ജീവിതത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക, അതിനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്, നമ്മുടെ മനോഭാവത്തെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ജീവന്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു വലയത്തിലാണ് നാം ജീവിക്കുന്നത്.
ആ വലയത്തെ നമ്മൾ നിലനിർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സുസ്ഥിരമാവുകയുള്ളൂ അല്ലെങ്കിൽ സുരക്ഷിതമാവുകയുള്ളൂ എന്ന് ഓർക്കുക. അടുത്ത ഒരു മൂല്യമാണ് നീതിബോധം എന്നുള്ളത്, സെൻസ് ഓഫ് ജസ്റ്റിസ്. എല്ലാവർക്കും അറിയാം അല്ലെ, നമുക്ക് മനുഷ്യർക്കിടയിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വർണ്ണവർഗ വ്യത്യാസങ്ങളോടുകൂടി ഉള്ള ഇടപെടൽ മനുഷ്യർക്കിടയിൽ ഒരുപാട് അനീതികൾക്ക് കാരണമാകുന്നുണ്ട്. പക്ഷെ അതിനോട് ചേർത്ത് ആ നീതി എന്ന ഒരു മൂല്യത്തെ നമുക്ക് നമ്മുടെ സഹജീവികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കാണാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പ്രകൃതി നൽകിയിട്ടുള്ള വിഭവങ്ങളെ നീതിപൂർവം ഉപയോഗിക്കുക. നമ്മൾ മുന്നേ കണ്ടു, എല്ലാ ജീവികൾക്കും കൂടി നിലനിൽക്കാനായിട്ട് ഉള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എല്ലാ ജീവികൾക്കും കൂടി ജീവിക്കാനുള്ള വിഭവങ്ങളാണ് പ്രകൃതിയിലുള്ളത് എന്ന്. അത് നമുക്ക് മാത്രമായിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന സമയത്ത് അവിടെ അത് അനീതിപരമായിട്ടുള്ള ഒരു മനോഭാവമാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. അപ്പോ നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ നീതിപൂർവമായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു. അതുപോലെ നമ്മെ പോലെ ശേഷിയില്ലാത്ത, ഇപ്പൊ മറ്റേത് ജീവിയെ എടുത്ത് നോക്കിയാലും മനുഷ്യരുടെ അത്രയും പല ശേഷികളും ഇല്ല അല്ലെ. സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാനുള്ള, ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുക്കാനുള്ള, ഭാവന ചെയ്യാനുള്ള ശേഷികളൊന്നും മറ്റു ജീവികൾക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട്, ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ശേഷി ഇല്ലായ്കയല്ല സത്യത്തില്, നമ്മേക്കാൾ മറ്റു പല ശേഷികളും അവർക്കുണ്ട്. പക്ഷെ നമ്മുടെ അതിജീവിക്കാനുള്ള പല പ്രവർത്തനങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിക്കായിട്ടുള്ള, പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള പല പ്രവൃത്തികൾക്കിടയിൽ അവരെ നമ്മൾ നീതിപൂർവം സ്മരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. അപ്പോ മനുഷ്യർക്ക് അപ്പുറമുള്ള മറ്റു ജീവികളോടുള്ള ഒരു നീതി നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം, നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അവിടെയാണ് പ്രകൃതിയുടെ വിഭവങ്ങളെ നമ്മൾ എത്ര സൂക്ഷ്മമായിട്ട് വളരെ കരുതലോടുകൂടി ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തെ ഓർക്കുന്നത്. അവിടെ നമ്മുടെ നേട്ടത്തിനും അപ്പുറം ഒരു പൊതു നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ സഹജീവിതം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സമതുലിതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണ് എന്നുള്ളതാണ് ഈ നീതിബോധം എന്ന മൂല്യത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പലതരം മൂല്യങ്ങൾ, ഇനിയും ഒട്ടേറെ മൂല്യങ്ങൾ, പ്രകൃതിയോട് ഇണക്കുന്ന മൂല്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലാക്കിയ മൂല്യങ്ങളോട് കൂടി ഇന്നത്തെ മൂല്യങ്ങൾ കൂടി ചേർത്ത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതവും ശാന്തവും സമാധാനപൂർണവുമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ സുതാര്യ മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു സമഗ്ര ചിത്രം ഏതാണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ അകത്തു നിന്നും ഈ മൂല്യങ്ങൾ പ്രവർത്തിച്ച് അത് പുറത്ത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലൂടെ മറ്റെല്ലാ ജീവികളിലേക്ക് കൂടി അത് വ്യാപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ സുതാര്യ മൂല്യങ്ങൾ എന്നുള്ളതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് തുടക്കം മുതലേ നിർമ്മലത, വിനയം, സ്വാതരം, സ്വീകാര്യത, കൃതജ്ഞത, സത്യനിഷ്ഠ, അതുപോലെ സഹാനുഭൂതി, കരുണ, ഉത്തരവാദിത്തം, പാരസ്പര്യം, ബന്ധബോധം, സഹകരണം, പങ്കിടൽ, ഇങ്ങനെ ഉള്ള മൂല്യങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സഞ്ചരിച്ചത്. അപ്പൊ ഈ മൂല്യങ്ങളോട് കൂടി ചേർത്ത് ഇന്നത്തെ മൂല്യങ്ങളായിട്ടുള്ള കരുതൽ, സംരക്ഷണ ബോധം, അതുപോലെ ലാളിത്യം, ജീവബഹുമാനം, നീതിബോധം, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് നമുക്കൊരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക്, സമഗ്രമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പൊ സുതാര്യത എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയോട് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂല്യങ്ങളിലൂടെയൊക്കെ ഒരു യാത്ര നടത്തിയത്. അപ്പോൾ ആ സുതാര്യത എന്ന് പറയുന്നത് വെറുതെ നമ്മൾ പ്രകൃതിയെ കണ്ടുകൊണ്ടിരിക്കലല്ല, അല്ലെങ്കിൽ വെറുതെ ഒന്ന് കണ്ടുപോകലല്ല, മറിച്ച് പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ആഴത്തിലുള്ള ബന്ധത്തെ വ്യക്തമായി കാണുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ പ്രകൃതിയിൽ നിന്നും വേറിട്ടവനല്ല, പ്രകൃതിയിൽ നിന്നും എന്നെ വേർപെടുത്താനായിട്ട് സാധിക്കില്ല എന്നത്. എന്റെ ജീവിതം എന്ന് പറയുന്നത് ഒട്ടനേകം മറ്റു ജീവികളെ അല്ലെങ്കിൽ ജീവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ മറ്റെല്ലാ ജീവനും എന്റെ ജീവനെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. നമ്മുടെ ഓരോ പ്രവൃത്തിയും എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനവും മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ ജീവിതത്തെ, ആവാസ വ്യവസ്ഥയൊക്കെ വളരെ ആഴത്തില് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ഉപഭോഗം അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം അത് മറ്റുള്ള ജീവികളുടെ അവർക്ക് കൂടി അവകാശപ്പെട്ട വിഭവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാകരുത്
എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൂടിയുള്ള വിഭവങ്ങളെ മാറ്റി വെച്ചുകൊണ്ടാവണം നമ്മുടെ ഉപഭോഗം എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ എന്റെ ഉപഭോഗത്തിന് പ്രകൃതിയിൽ എത്രത്തോളം നാം മൂല്യം നൽകുന്നുവോ, വില നൽകുന്നുവോ, അതുപോലെ തന്നെ മറ്റു ജീവികളുടെയും നമ്മളെ പോലെയുള്ള മറ്റു മനുഷ്യരുടെയും ഉപഭോഗത്തിനും ജീവിതത്തിനും നാം മൂല്യം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം മറ്റുള്ളവരിൽ നിന്നും എടുക്കുന്നുവോ, പ്രകൃതിയിൽ നിന്നും എടുക്കുന്നുവോ, അത്രയും തന്നെ തിരിച്ചു നൽകാനും ബാധ്യസ്ഥരാണ് എന്നത് എപ്പോഴും ഓർക്കുക. അങ്ങനെ സ്വീകരിക്കുന്നതും തിരിച്ചു നൽകുന്നതും തമ്മിലുള്ള സന്തുലനത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം, പ്രകൃതിയിൽ ഉള്ള നമ്മുടെ ജീവിതം സന്തുലനമാവുകയുള്ളൂ, സുതാര്യമാവുകയുള്ളൂ എന്നുള്ളത് ഓർക്കുക. അങ്ങനെ വ്യക്തി ജീവിതത്തിൽ നിന്നും നമ്മുടെ കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ സമീപനം, നമ്മുടെ പെരുമാറ്റം അത് ഒരു സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു പരിസ്ഥിതിയിലേക്ക് കൂടി വ്യാപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സുതാര്യ മൂല്യങ്ങളിലൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആത്മീയത എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന ഒരു സംവിധാനം മതത്തിന്റെ അതിരുകൾക്കപ്പുറം നമ്മുടെ മൂല്യങ്ങളിലൂടെ പ്രകടമാകേണ്ടുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ജീവിത രീതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ആത്മീയത എന്നതിനെ കാണുന്നത് നമ്മൾ തുടക്കത്തിലുള്ള നമ്മുടെ സുഭാഷിതങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു വിശ്വാസ സംവിധാനമായിട്ട് മാത്രമല്ല നമ്മൾ അതിനെ കാണേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അതിനെ പരിചയപ്പെടുന്നതെങ്കിലും ഒരിക്കലും അങ്ങനെയല്ല അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂല്യങ്ങളിലൂടെ പ്രകടമാകുന്ന ഒരു ജീവിത ബോധം, ആഴത്തിലുള്ള ഒരു ജീവിത ബോധമാണ് ആത്മീയത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മൂല്യങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ആ ഗുണങ്ങളുടെ ബന്ധങ്ങൾ, പരസ്പര ബന്ധം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഈ സുതാര്യ മൂല്യങ്ങളെ പാലിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോ ഈ സുതാര്യത എന്ന് പറയുന്ന മൂല്യങ്ങൾ, സുതാര്യത എന്ന് പറയുന്ന ഗുണം വളർന്നെങ്കിൽ മാത്രമേ ഈ പരസ്പര ബന്ധം ആഴത്തിലാവുകയുള്ളൂ, വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പാരസ്പര്യം വളരുന്നതിനനുസരിച്ചാണ് നമ്മുടെ സഹജീവിതം വളരുക. അപ്പൊ എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത് മൂല്യങ്ങളുടെ പരമാവധിയുള്ള പ്രയോഗം തന്നെയാണ്, അല്ലെങ്കിൽ മൂല്യങ്ങളുടെ പാലിക്കൽ തന്നെയാണ്. അപ്പൊ മൂല്യപൂർണമായിട്ടുള്ള ഒരു സഹജീവിതം ആണ് പൊതുവായ ആത്മീയതയുടെ അടിത്തറ എന്ന് മനസ്സിലാക്കി ഏവർക്കും അത്തരത്തിലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നിലവിലുള്ള ജീവിതത്തെ അത്തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.